സൗദി അറേബ്യയിലെ ആശുപത്രി തട്ടിപ്പിൽ ജീവിതം തകർന്ന മലപ്പുറം മമ്പാട് സ്വദേശി അബ്ദുസലാമിന് കനത്ത തിരിച്ചടിയായി പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടി. സൗദിയിലെ അൽനൂർ ഹോസ്പിറ്റൽ സ്ഥാപകനായ അബ്ദുസലാമിന്റെ വീടും സ്ഥലവുമാണ് ബാങ്ക് ജപ്തി ചെയ്തത്. 4.5 പതിറ്റാണ്ടിലേറെ സൗദിയിൽ കഷ്ടപ്പെട്ട ജിദ്ദയിലും ഹൈലിലും ആശുപത്രികൾ സ്ഥാപിച്ച അബ്ദുസലാമിന്റെ സമ്പാദ്യം അൽ അബീർ ഗ്രൂപ്പ് ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദിന്റെ വഞ്ചനയിലൂടെയും ഗൂഢാലോചനയിലൂടെയും നഷ്ടപ്പെട്ടുവെന്നാണ് അബ്ദുസലാം പറയുന്നത്. തുടർന്നാണ് നാട്ടിലെ ആവശ്യങ്ങൾക്കായി പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുക്കേണ്ടി വന്നത്. ആദ്യം 2.80 കോടി രൂപ വായ്പ എടുത്തുവെങ്കിലും പലിശയും പിഴപ്പലിശയും ചേർന്ന ബാധ്യത കുത്തനെ വർദ്ധിക്കുകയായിരുന്നു. തുടർന്ന് വായ്പ തുക ഈടാക്കുന്നതിന്റെ ഭാഗമായി 5 മുതൽ 6 കോടി വരെ വിപണി മൂല്യമുണ്ടായിരുന്ന പ്രധാന വസ്തു ബാങ്ക് 2.5 കോടി രൂപയ്ക്ക് ലേലം ചെയ്തു. ഇതിനു പുറമെ കുടുംബം താമസിച്ചിരുന്ന വീടും സ്ഥലവും ഉൾപ്പെടുന്ന രണ്ടാമത്തെ വസ്തുവും കുറഞ്ഞ വിലയ്ക്ക് ലേലം ചെയ്തതോടെ കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ബാങ്ക് നടപടികളെ തുടർന്ന് കുടുംബത്തിന് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരികയും വാടക വീട്ടിലേക്ക് മാറേണ്ടി വരികയും ചെയ്തു. ഈ ദുരന്തങ്ങൾ നേരിൽ കണ്ടതിനെ തുടർന്നുള്ള മാനസിക സംഘർഷത്തിനിടയിലാണ് അദ്ദേഹത്തിന്റെ 90 വയസ്സുള്ള മാതാവ് മരണപ്പെട്ടത്. വിഷയം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും ബാങ്ക് ലേല നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. വിദേശത്ത് സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടതിന് പിന്നാലെ നാട്ടിലെ അവസാന അഭയകേന്ദ്രമായ വീടും നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും അടിയന്തരമായി ഇടപെടണമെന്ന് അബ്ദുസലാം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത്തരം അസാധാരണ സാഹചര്യങ്ങളിൽ സഹകരണ ബാങ്കുകൾ മാനുഷികവും ന്യായയുക്തവുമായ സമീപനം സ്വീകരിക്കാൻ നടപടിയെടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സൗദി അറേബ്യയിലേക്ക് കടക്കാൻ പറ്റാത്ത വിധം ഈ പണം അപഹരിച്ച അതല്ലെങ്കിൽ ബിസിനസ്സിൽ പണം തട്ടിയെടുത്ത ആള് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് നാട്ടിലേക്ക് തട്ടുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ബാങ്കിൽ ലോൺ എടുത്ത് ആ ലോണ് തിരിച്ചടക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ടു. അദ്ദേഹത്തിന്റെ മക്കള് 4-5 പേര് നല്ല രൂപത്തിൽ പഠിച്ചിരുന്ന മക്കളൊക്കെ പഠനം മുടങ്ങി വീട്ടിലായി. ബാങ്കുകാരുടെ മനുഷ്യത്വരഹിതമായ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനൊക്കെ വിരുദ്ധമായ ഒരു സമീപനം കാരണം പെരിന്തൽമണ്ണ അർബൻ ബാങ്കാണ് കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മിക്കവാറും ഇടതു വലത് വ്യത്യാസമില്ലാത്ത നേതാക്കളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഈ പ്രവാസി വ്യവസായിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി. പക്ഷെ ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു ബാങ്ക് അവര് 10-15-20 ലക്ഷം രൂപ വില വരുന്ന നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ സ്ഥലം അവര് ജപ്തി നടപടിയിലൂടെ സ്വന്തമാക്കി. പക്ഷെ ഈ പ്രോപ്പർട്ടി വിറ്റ് പണമടക്കാമെന്ന് പറഞ്ഞ് ധാരണയാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭൂമി വിൽക്കാനാക്കൂല. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള കുറച്ച് ആളുകളെ വിൽക്കാനാക്കാതെ തടസ്സപ്പെടുത്തും. അദ്ദേഹം വീണ്ടും ബാങ്കിനെ സമീപിക്കും. അപ്പൊ പറയും അത് വിറ്റോളി എന്ന് പറയും. പക്ഷെ വിൽക്കാനാക്കൂല. അവസാനം ബാങ്ക് തന്നെ വിറ്റ് ആ പണം അവരെടുത്തു. വാർത്താ സമ്മേളനത്തിൽ കരുവാരക്കുണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഷൌക്കത്ത് അലി, ആയിഷ പൊറ്റയിൽ, മുൻ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം പുന്നപ്പാല, AK സിദ്ദീഖ് മമ്പാട് എന്നിവരും പങ്കെടുത്തിരുന്നു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.